ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ഈസി എഡ്യു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ജനുവരി മാസത്തെ PSC ബുള്ളറ്റിനുള്ള കറണ്ട് അഫെയറുമായിട്ടാണ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഏറ്റവും മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമീലിയ പെരേസ്. ഫ്രഞ്ച് സിനിമയായ എമീലിയ പെരേസ് ആണ് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ബ്രാഡി കോർബറ്റിന് മികച്ച സംവിധായകൻ എന്ന അവാർഡ് ലഭിച്ചത്. മികച്ച നടൻ എഡ്രിയൻ ബ്രൂഡി ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്ക് തന്നെയാണ്. മികച്ച നടി ഫെർണാഡോ ടോറസ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയ്ക്കാണ് അവാർഡ് നേടിയത്. മികച്ച സഹനടൻ കീരൻ കൾക്കിങ് എ റിയൽ പെയിൻ എന്ന ഫിലിമിന് മികച്ച സഹനടൻ കീരൻ കൾക്കിങ്. മികച്ച സഹനടി സോയി സൽദാന എമിലിയ പെരേസ് എന്ന സിനിമയ്ക്കാണ് മികച്ച സഹനടി സോയി സൽദാന. മികച്ച തിരക്കഥ കോൺക്ലേവ് ആണ് മികച്ച തിരക്കഥ. മികച്ച ടെലിവിഷൻ സീരീസാണ് ഷോഗൺ. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ, 39ാം പ്രസിഡന്റ്. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ചരിത്രകാരൻ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. എഴുത്തുകാരൻ S. ജയചന്ദ്രൻ നായർ അന്തരിച്ചു. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച സിനിമ 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക B. അരുന്ധതി. വിലാസിനി നോവൽ പുരസ്കാരം A. നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. വിലാസിനി നോവൽ പുരസ്കാരം A. നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K. ജയകുമാറിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ജേതാക്കളായി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകും. ആണ് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായത്. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ CRPFൻ്റെ മേധാവിയായി വിതുൽ കുമാറിനെ നിയമിച്ചു. തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. ഇന്ത്യ പണിയാനുദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരം. ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസാണ് പുതിയ ലോക മുത്തശ്ശി. ബ്രസീലുകാരിയായ കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസ് പുതിയ ലോക മുത്തശ്ശി. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റിക് പ്രവീൺ കുമാർ എന്നിവയ്ക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റിക് പ്രവീൺ കുമാർ എന്നിവർക്ക്. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് S. മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. വനിതകളുടെ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ്
ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന്.